ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു MLT അക്കാഡമി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹെമറ്റോളജിയിൽ പറയാത്ത ചില പോർഷൻസ് ആണ്. അതായത് അനീമിയ, ലുക്കീമിയ, അതുപോലെ സെൽ കൗണ്ട്സ്, ഡൈല്യൂട്ടിങ് ഫ്ലൂയിഡ്സ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്ന്. സോ അതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം അനീമിയ ആൻഡ് ലുക്കീമിയ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓപ്ഷൻ എ അയൺ ഡെഫിഷ്യൻസി അനീമിയ, ബി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, സി താലസീമിയ ആൻഡ് ഡി എപ്ലാസ്റ്റിക് അനീമിയ. സോ ദി ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സ്പെസിഫിക്കലി ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് കാണുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിലാണ്. ഓക്കെ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന സമയത്ത് വൈറ്റമിൻ B12-ൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു അനീമിയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അതുപോലെ മെഗാലോബ്ലാസ്റ്റിൻ്റെ പ്രസൻസ് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു അനീമിയയുടെ പെക്യുലർ ഫീച്ചർ. അതുപോലെ തന്നെ വൈറ്റമിൻ B12-ൻ്റെ അബ്സോർപ്ഷൻ ഇൻട്രിൻസിക് ഫാക്ടർ വെരി നെസസറി ആണ്. ആൻഡ് ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു അനീമിയക്കാണ് നമ്മൾ പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. അതുപോലെ ഷില്ലിംഗ് ടെസ്റ്റ്, ഈ ഒരു സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഷില്ലിംഗ് ടെസ്റ്റ്. ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ B12 അബ്സോർപ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റിൻ്റെ പേരാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇംപെയർഡ് സിന്തസിസ് ഓഫ് ബീറ്റ ചെയിൻ ഓഫ് ഗ്ലോബിൻ ഇസ് കോൾഡ്. സോ നമുക്കറിയാം നോർമലി 2 ആൽഫ ചെയിൻസും 2 ബീറ്റ ചെയിൻസുമാണ് ഹിമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളത്. സോ അതിൽ ബീറ്റ ചെയിൻസിൻ്റെ സിന്തസിസ് ഇംപെയർഡ് ആകുകയാണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് കണ്ടീഷൻ കോൾഡ്? അതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്, ബി HbH ഡിസീസ്, സി ആൽഫ താലസീമിയ, ഡി ബീറ്റ താലസീമിയ. സോ ബീറ്റ ചെയിൻസ് ഓഫ് ഗ്ലോബിൻ ആണ് ഇംപയർഡ് സിന്തസിസ് എങ്കിൽ ദ കണ്ടീഷൻ ഇസ് കോൾഡ് എസ് ബീറ്റ താലസീമിയ. അതേസമയം ആൽഫ ചെയിൻസ് ആണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എസ് ആൽഫ താലസീമിയ. സോ താലസീമിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ടൈപ്പാണ് മേജർ ആയിട്ടുള്ളത്. ഒന്ന് ബീറ്റ താലസീമിയ സിൻഡ്രോംസും ഒന്ന് ആൽഫ താലസീമിയ സിൻഡ്രോംസും. ബീറ്റ താലസീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബീറ്റ ചെയിൻസ് ഓഫ് ഗ്ലോബിൻ്റെ ഇംപയർഡ് സിന്തസിസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 2 അല്ലെങ്കിൽ 3 രീതിയിൽ നമുക്ക് ബീറ്റ താലസീമിയ സിൻഡ്രോംസിനെ ക്ലാസിഫൈ ചെയ്യാം. താലസീമിയ മേജർ, താലസീമിയ ഇൻ്റർമീഡിയ ആൻഡ് താലസീമിയ ട്രേറ്റ്. സോ താലസീമിയ മേജർ എന്ന് പറയുമ്പോൾ അത് ഹോമോസൈഗസ് സ്റ്റേറ്റ് ആണ്. അവിടെ ഫീറ്റൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് താലസീമിയ ഇൻ്റർമീഡിയ ആയാലും താലസീമിയ ട്രേറ്റ് ആയാലും ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. ഇത്രയും കാര്യം ഓർത്താൽ മതി. അതുപോലെ ആൽഫ താലസീമിയ സിൻഡ്രോംസ് എന്ന് പറയുമ്പോൾ ആൽഫ ചെയിൻസ് ഓഫ് ഗ്ലോബിൻസിൻ്റെ ഇംപയർഡ് സിന്തസിസ് ഉണ്ടാകുന്നതാണ്. അതിൽ തന്നെ 4 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയുമ്പോൾ ആൽഫ ചെയിൻസ് ഇല്ലാതെ 4 ഗാമ ചെയിൻസ് അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ 2 ആൽഫ 2 ബീറ്റയ്ക്ക് പകരം ആൽഫയും ഇല്ല ബീറ്റയും ഇല്ല, പകരം 4 ഗാമ ചെയിൻസ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്, HB ബാഡ്സ് എന്നാണ് അങ്ങനെ പറയുന്നത്. 4 ഗാമ ചെയിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്ന ഹീമോഗ്ലോബിനെ നമ്മൾ HB ബാഡ്സ് എന്നാണ് പറയുക. അതുപോലെ തന്നെ HbH ഡിസീസ് ഉണ്ട്. അവിടെ 4 ബീറ്റ ചെയിൻസ് ആണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, B4. HbH ഇൻക്ലൂഷൻ നമ്മൾ പറഞ്ഞിരുന്നു, റെറ്റിക്കുലോസൈറ്റ് പ്രിപ്പറേഷനിൽ ഗോൾഫ് ബോൾ അപ്പിയറൻസിൽ കാണുന്ന HbH ഇൻക്ലൂഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൽഫ താലസീമിയയിൽ ആൽഫ ചെയിൻസ് ഓഫ് ഗ്ലോബിൻ സിന്തസിസ് ഇല്ലാത്തതിനെയാണ് നമ്മൾ ആൽഫ താലസീമിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4ാമത് വരുന്നതാണ് ഗാമ ബീറ്റ താലസീമിയ. ഇത് ഹൈഡ്രോപ്സ് ഫീറ്റാലിസും HbH ഡിസീസിലും ഏത് ചെയിൻസ് ഓഫ് ഗ്ലോബിനാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. നൗ ഇതല്ലാതെ മറ്റ് ഹീമോഗ്ലോബിനോപ്പത്തീസ് ഏതൊക്കെയാണ്? അതായത് ഗ്ലോബിൻ ചെയിൻസിൽ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് HBD പഞ്ചാബ്. HBD പഞ്ചാബ് എന്ന് പറയുമ്പോൾ ബീറ്റ ചെയിൻ്റെ 121ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ഗ്ലൂട്ടാമിൻ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എസ് HBD പഞ്ചാബ്. അതുപോലെ HBE 26ാമത്തെ പൊസിഷൻ ഓഫ് ബീറ്റ ചെയിനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ലൈസിൻ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് HBE. അതുപോലെ HBC 6th പൊസിഷൻ, ബീറ്റ ചെയിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ലൈസിൻ വരികയാണെങ്കിൽ ഇറ്റ് ഇസ് HBC. ഓക്കെ, അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ ലൈസിൻ തന്നെ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. 26th പൊസിഷൻ ബീറ്റ ചെയിനും 6th പൊസിഷൻ ബീറ്റ ചെയിനും, HBE ആൻഡ് HBC. HBQ എന്ന് പറയുമ്പം അതൊരു ആൽഫ ചെയിൻ വേരിയൻ്റ് ആണ്. അതായത് ആൽഫ ചെയിൻ്റെ 64ാമത്തെ പൊസിഷനിൽ അസ്പാർട്ടിക് ആസിഡിന് പകരം ഹിസ്റ്റഡിൻ വരികയാണെങ്കിൽ ദാറ്റ് ഇസ് HBQ. അതുപോലെ തന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ഹീമോഗ്ലോബിനോപ്പത്തീസാണ് സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ, അതായത് HbS. HbS എന്ന് പറയുമ്പോൾ 6ാമത്തെ പൊസിഷനിലെ ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നതിനെയാണ് നമ്മൾ HbS എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഹീമോഗ്ലോബിനോപ്പത്തീസ് എല്ലാം നോട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. Now, acidified glycerol lysis time is done for the diagnosis of option A hemoglobinopathies, B spherocytosis, C PK deficiency, pyruvate kinase deficiency, and D PNH,
പെറോക്സിസ്മൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ. സോ ഇതിൽ അസിഡിഫൈഡ് ഗ്ലിസറോൾ ലൈസിസ് ടൈം എന്തിനു വേണ്ടി ചെയ്യുന്നതാണ്? ബേസിക്കലി ഇറ്റ് ഇസ് യൂസ് ഫോർ സ്ഫീറോസൈറ്റോസിസ്. ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു ലൈസിസ് ടെസ്റ്റാണ് അസിഡിഫൈഡ് ഗ്ലിസറോൾ ലൈസിസ് ടൈം. ഓക്കെ, സോ ഇതുപോലെ അനീമിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്പെസിഫിക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ഫീറോസൈറ്റോസിസ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റിക് അനീമിയ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റിന് നമ്മൾ ഹെപ്പാരിൻ ട്യൂബ്സിലാണ് ബ്ലഡ് കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇൻക്യുബേറ്റഡ് ഫ്രജിലിറ്റി ടെസ്റ്റ് അടുത്ത ടെസ്റ്റാണ്. ഓട്ടോ ഹീമോലിസിസ് ടെസ്റ്റ്, അസിഡിഫൈഡ് ഗ്ലിസറോൾ ലൈസിസ് ടെസ്റ്റ്. ഈ 4 ടെസ്റ്റുകളും സ്ഫീറോസൈറ്റ്സിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി ചെയ്യുന്നതാണ്. അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ ഹീമോഗ്ലോബിനോപ്പതി എന്ന് പറയുമ്പോൾ അതൊരു സിക്കിൾ സെൽ അനീമിയ, അതായത് സിക്കിൾ സെൽ ഡിസീസും ഉണ്ട്, അതുപോലെ തന്നെ സിക്കിൾ സെൽ ട്രേറ്റും ഉണ്ട്. ബേസിക്കലി നമുക്ക് സിക്ലിംഗ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടെസ്റ്റാണ് സിക്ലിംഗ് ടെസ്റ്റ്. സിക്കിൾഡ് RBCsനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2% സോഡിയം മെറ്റാബൈസൾഫൈറ്റ്. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്, അതായത് ഓക്സിജൻ ടെൻഷൻ കുറയ്ക്കുക. ഓക്സിജൻ ടെൻഷൻ കുറയുന്ന സമയത്താണ് സിക്ലിംഗ് ഇൻഡ്യൂസ്ഡ് ആകുന്നത്. ഓക്കെ, പക്ഷേ സിക്കിൾ സെൽ അനീമിയൻ്റെ കേസിൽ ഈ സിക്ലിംഗ് ടെസ്റ്റ് 30 മിനിറ്റിനുള്ളിൽ പോസിറ്റീവ് ആകുന്നുണ്ട്. അതേസമയം സിക്കിൾ സെൽ ട്രേറ്റിൻ്റെ കേസിലാണെങ്കിൽ 4 മണിക്കൂർ എടുക്കും സിക്ലിംഗ് പോസിറ്റീവ് ആവണമെങ്കിൽ. അങ്ങനെയാണ് നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതുപോലെ സിക്ലിംഗ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയതയോണൈറ്റ് മെത്തേഡ്, സൊല്യൂബിലിറ്റി ടെസ്റ്റ്, സ്ക്രൈവർ ആൻഡ് വോഫ് മെത്തേഡ്. ഇതെല്ലാം സിക്കിൾ സെൽ അനീമിയയുടെ ഡയഗ്നോസിസിന് വേണ്ടി ഉള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, ദെൻ G6PD ഡെഫിഷ്യൻസി, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി, അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളാണ് മെഥീമോഗ്ലോബിൻ റിഡക്ഷൻ ടെസ്റ്റ്, BCB ഡീകളറൈസേഷൻ ടെസ്റ്റ്, ഫ്ലൂറസെൻസ് സ്പോട്ട് ടെസ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് G6PD assay. ഓക്കെ, നൗ ഫോർ PK ഡെഫിഷ്യൻസി ഓർ പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസിൻ്റെ വളരെ പെക്യുലർ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പ്രിക്കിൾ സെൽസിൻ്റെ പ്രസൻസ് ഓഫ് പ്രിക്കിൾ സെൽസ് ഇൻ ബ്ലഡ് സ്മിയർ. ആൻഡ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നതും ഓട്ടോ ഹീമോലിസിസ് ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ പെറോക്സിസിമൽ കോൾഡ് ഹീമോഗ്ലോബിനൂറിയ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡൊണാത്ത് ലാൻസ്റ്റീന ടെസ്റ്റ്, ആൻറ്റി-P ആൻറ്റിബോഡീസ്, നമ്മൾ മൈനർ ബ്ലഡ് ഗ്രൂപ്പ് P ആൻറ്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആണ് പെറോക്സിസിമൽ കോൾഡ് ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ. ആൻഡ് ഡൊണാത്ത് ലാൻസ്റ്റീന ടെസ്റ്റ് ഇസ് വെരി സ്പെസിഫിക് ഫോർ ദിസ് കണ്ടീഷൻ. ദെൻ പെറോക്സിസിമൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ. പെറോക്സിസിമൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയയ്ക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഹാംസ് ടെസ്റ്റ്, ഹാംസ് അസിഡിഫൈഡ് സിറം ടെസ്റ്റ്, അതുപോലെ തന്നെ സൂക്രോസ് ലൈസിസ് ടെസ്റ്റ്. ദെൻ ഫ്ലെയർ ടെസ്റ്റ്, FLAER, ഫ്ലെയർ ടെസ്റ്റ്. ഓക്കെ, ഇതെല്ലാം PNH വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളാണ്. Now, Shum's test is very important for methemoglobinemia, not methemoglobinemia. It is methemoglobinemia. അതിന് വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഷംസ് ടെസ്റ്റ്. ദെൻ ഇമ്മ്യൂൺ ഹീമോലിറ്റിക് അനീമിയയ്ക്ക് നമ്മൾ കൂംസ് ടെസ്റ്റാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ്. LE സെൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡീസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് LE സെൽ ടെസ്റ്റ്. ദെൻ താലസീമിയയിൽ അതുപോലെ തന്നെ താലസീമിയ മേജറും ഉണ്ട്, അതായത് താലസീമിയ ഡിസീസും ഉണ്ട്, അതുപോലെ തന്നെ ട്രേറ്റും ഉണ്ട്. താലസീമിയ മേജറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം അവിടെ ഫീറ്റൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ലൈക്ക് ആസിഡ് ഇല്യൂഷൻ മെത്തേഡ്, ബെഡ്കെ-ക്ലീഹൗർ ടെസ്റ്റ്, സിംഗർ മെത്തേഡ്, ജോൺസിസ് ആൻഡ് വിസർ മെത്തേഡ്, ഇതെല്ലാം ഫീറ്റൽ ഹീമോഗ്ലോബിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രോഫോറസിസും വെരി സ്പെസിഫിക് ഫോർ താലസീമിയ. ദെൻ താലസീമിയ ട്രേറ്റിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് നെസ്ട്രോഫ് ടെസ്റ്റ്. നെസ്ട്രോഫ് എന്ന് പറയുമ്പോൾ നേക്കഡ് ഐ സിംഗിൾ ട്യൂബ് റെഡ് സെൽ ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റ്. ഓക്കെ, സോ ഈ ടെസ്റ്റുകളുടെ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നിങ്ങൾ ഓർത്ത് വയ്ക്കാം. നൗ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ലുക്കീമിയയിലേക്ക് പോവുകയാണ്. അക്കോർഡിംഗ് ടു FAB ക്ലാസിഫിക്കേഷൻ, acute myeloid leukemias are divided into dash subtypes 5, 6, 7, 8. അപ്പം ലുക്കീമിയ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് 2 തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് acute leukemiasന്. ഒന്ന് FAB ക്ലാസിഫിക്കേഷനും ഒന്ന് WHO ക്ലാസിഫിക്കേഷനും. FAB എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രഞ്ച് അമേരിക്കൻ ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷനാണ്. WHO എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ക്ലാസിഫിക്കേഷനാണ്. FAB ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം AML-നെ FAB 8 സബ് ടൈപ്പ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, 8 സബ് ടൈപ്പ്, അതായത് M0 മുതൽ M7 വരെയുള്ള 8 സബ് ടൈപ്പ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് FAB ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അത് സൈറ്റോകെമിസ്ട്രീൻ്റെ അടിസ്ഥാനത്തിലാണ് FAB ക്ലാസിഫിക്കേഷൻ. അതേസമയം WHO ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോളിക്കുലാർ ജനറ്റിക് മാർക്കേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് WHO
ലുക്കീമിയാസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ AML-നെ 8 സബ് ടൈപ്പാണ്. അപ്പോൾ ALL-നെ എത്ര സബ് ടൈപ്പ് ആണെന്ന് ചോദിക്കാറുണ്ട്. 3 സബ് ടൈപ്പ് ആയിട്ടാണ് FAB ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു FAB, AML is divided into 8 subtype and ALL has 3 subtypes. Now, myeloperoxidase staining is strongly positive for option A monoblast, myeloblast, C lymphoblast and D megakaryocyte. So myeloperoxidase ഒരുപാട് ല്യൂക്കോസൈറ്റ് സൈറ്റോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സ്പെഷ്യൽ സ്റ്റെയിൻസ് വരുന്നുണ്ട്. അപ്പം ചില ബ്ലാസ്റ്റൊക്കെ ചില സ്പെഷ്യൽ സ്റ്റെയിൻസിന് സ്പെസിഫിക്കലി പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ലുക്കീമിയാസിൻ്റെ ഓരോരോ കാറ്റഗറീസ് ഓഫ് ലുക്കീമിയാസിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ സ്റ്റെയിൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ മൈലോപെറോക്സിഡേസ് എന്ന് പറയുമ്പോൾ സ്റ്റെയിനിങ് പോസിറ്റീവ് കിട്ടുന്നത് മൈലോബ്ലാസ്റ്റിനാണ്. ആ പേര് തന്നെ വ്യക്തമാക്കും, മൈലോപെറോക്സൈറ്റ് അതൊരു ഗ്രാന്യൂൾസ് ആണ്. ആൻഡ് ഈ ഗ്രാന്യൂൾസ് കൂടുതലായിട്ടും കാണുന്നത് മൈലോബ്ലാസ്റ്റിനാണ്. ഓക്കെ, സോ ബാക്കിയുള്ള പോസിറ്റിവിറ്റി തരുന്ന ബ്ലാസ്റ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ബ്ലാസ്റ്റുകൾ ഏതൊക്കെ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻസ് ആണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു മൈലോപെറോക്സിഡേസിന് പോസിറ്റീവ് തരുന്നത് മൈലോബ്ലാസ്റ്റ് ആണ്. ആൻഡ് മൈലോപെറോക്സിഡേസ് നമ്മൾ മെത്തേഡ് ക്രോമജൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. DAB പോലെ DAB 4-chloro-1 നാഫ്തോൾ പോലെയുള്ള ക്രോമജൻസ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ആൻഡ് ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് സോഡിയം നൈട്രോപ്രോസൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു. ദാറ്റ് വാസ് കോൾഡ് ആസ് വാഷ് ബേൺസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ വാഷ് ബേൺസ് മെത്തേഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈലോപെറോക്സിഡേസ് സ്റ്റെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദെൻ സുഡാൻ ബ്ലാക്ക് ബിയും ഇതേപോലെ തന്നെ, അതായത് മൈലോബ്ലാസ്റ്റ് ആണ് സുഡാൻ ബ്ലാക്ക് ബിയും സ്റ്റെയിൻ എടുക്കുന്നത്. സോ മൈലോബ്ലാസ്റ്റിന് വെരി സ്പെസിഫിക് ആണ് MPOയും SBBയും എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ആസിഡ് ഫോസ്ഫറ്റേസ് എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും T സെൽസ് ആണ് പോസിറ്റിവിറ്റി തരുന്നത്. അതിൽ തന്നെ ആസിഡ് ഫോസ്ഫറ്റേസ് വിത്ത് ടാർട്ടാറിക് ആസിഡ് റെസിസ്റ്റൻസ്, അതായത് ട്രാപ്പ് പോസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയും. ട്രാപ്പ് എന്ന് പറയുമ്പോൾ ടാർട്ടാറൈറ്റ് റെസിസ്റ്റൻറ്റ് ആസിഡ് ഫോസ്ഫറ്റേസ്. ഓക്കെ, അത് കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് ഹെയറി സെൽസിൽ നിന്നാണ്. അപ്പോൾ ഹെയറി സെൽ ലുക്കീമിയയുടെ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ട്രാപ്പ് പോസിറ്റിവിറ്റി എന്നുള്ളത്, അത് ഓർക്കുക. ദെൻ NSE ഓർ നോൺ സ്പെസിഫിക് എസ്റ്ററേസ് മോണോബ്ലാസ്റ്റിന് സ്പെസിഫിക്കലി പോസിറ്റീവാണ്. ദെൻ പെറൈഡിക് ആസിഡ് ഷിഫ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺലി പറയുന്ന PAS ലിംഫോബ്ലാസ്റ്റ് ആണ് പോസിറ്റീവ് തരുന്നത്. അതിൻ്റെ ലിംഫോബ്ലാസ്റ്റിന് ബ്ലോക്ക് പോസിറ്റിവിറ്റി ആയിരിക്കും. ഓക്കെ, ദെൻ പേൾസ് പ്രഷ്യൻ ബ്ലൂ റിയാക്ഷൻ ഇസ് പോസിറ്റീവ് ഫോർ അയൺ ഗ്രാനുവൽസിന് സ്റ്റെയിൻ ചെയ്യുന്നതാണ് പേൾസ് പ്രഷ്യൻ ബ്ലൂ. സിഡ്രോസൈറ്റ്സ് ആണ് പോസിറ്റീവായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ NAP അല്ലെങ്കിൽ ലാപ്പ്, അതായത് ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്നൊക്കെ പറയുമ്പോൾ നാപ്പ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ ലുക്കിമോയിഡ് റിയാക്ഷനെയും CML-നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു ടെസ്റ്റാണ്. ഓക്കെ, ടു ഡിഫറൻഷിയേറ്റ് ലുക്കിമോയിഡ് റിയാക്ഷൻ ആൻഡ് CML. എന്താണ് ഡിഫറൻസസ് എന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർ ഗ്രാനുലാർ പ്രോമൈലോസൈറ്റ്സ് വിത്ത് മൾട്ടിപ്പിൾ ഓറോഡ്സ് ഈസ് എ പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് ഓപ്ഷൻ A AML M1, AML M2, AML M3, AML M4. സോ ഇതെല്ലാം FAB ക്ലാസിഫിക്കേഷൻ ഓഫ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയയിൽ വരുന്നതാണ്. ഇതിൽ ഏത് ക്ലാസ്സിലാണ് ഹൈപ്പർ ഗ്രാനുലാർ പ്രോമൈലോസൈറ്റ്സും കൂടത്തിൽ മൾട്ടിപ്പിൾ ഓറോഡ്സും കാണുന്നത്? സ്വാഭാവികമായിട്ട് ഓറോഡ്സ് കാണുക മൈലോബ്ലാസ്റ്റിലാണ്. അപ്പോൾ ഒരു തരം മൈലോയിഡ് ലുക്കീമിയയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. ഏത് ലുക്കീമിയ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് AML M3. ഓക്കെ, AML M3 എന്ന് പറയുന്ന കണ്ടീഷൻ, അതിലാണ് മൾട്ടിപ്പിൾ ഓറോഡ്സ് കാണുന്നത്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. M0 to M7 വരെ ആയിട്ട് 8 സബ് ടൈപ്സ് ആണ് FAB ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ M0 എന്ന് പറയുമ്പോൾ മിനിമലി ഡിഫറൻഷിയേറ്റഡ് AML ആണ്. അവിടെ MPO നെഗറ്റീവ് ആയിരിക്കും, ബിക്കോസ് ബ്ലാസ്റ്റ് ഒന്നും ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുണ്ടാവില്ല. ദെൻ M1 എന്ന് പറയുമ്പോൾ AML വിത്തൗട്ട് മെച്ചുറേഷൻ, അവിടെ MPO പോസിറ്റീവായിട്ട് 3% കൂടുതൽ ബ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്. ദെൻ M2 മീൻസ് AML വിത്ത് മെച്ചുറേഷൻ, അവിടെ MPO പോസിറ്റീവായിരിക്കും, ഓറോഡ്സിൻ്റെ പ്രസൻസും കാണാൻ പറ്റും. മൈലോബ്ലാസ്റ്റും പ്രോമൈലോസൈറ്റ്സും ആണ് കൂടുതലായിട്ടും ഈ ഒരു കേസിൽ കാണുന്നത്. ദെൻ M3 മീൻസ് അക്യൂട്ട് പ്രോമൈലോസിറ്റിക് ലുക്കീമിയ, നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേജ് അക്യൂട്ട് പ്രോമൈലോസിറ്റിക് ലുക്കീമിയ. ആൻഡ് ഇവിടെ ഹൈപ്പർ ഗ്രാനുലാർ ആയിട്ടുള്ള പ്രോമൈലോസൈറ്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ ഓറോഡ്സ്, ഫാഗറ്റ്സ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള സിറ്റുവേഷനാണ് കാണുന്നത്. ആൻഡ് MPO സ്ട്രോങ്ലി പോസിറ്റീവായിരിക്കും AML M2ലും AML M3ലും. AML M4 എന്ന് പറയുമ്പോൾ മൈലോ മോണോസിറ്റിക് ലുക്കീമിയാണ്. അവിടെ മൈലോ മോണോസിറ്റിക്, അപ്പോൾ മൈലോബ്ലാസ്റ്റും കാണുന്നുണ്ട്, മോണോസൈറ്റോയിഡ് സീരീസും കാണുന്നുണ്ട്. അപ്പോൾ മൈലോയിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും
MPO പോസിറ്റീവ് ആയിരിക്കും. മോണോസൈറ്റോയിഡ് സീരീസ് ആണെങ്കിൽ NSC പോസിറ്റീവ്. അപ്പോൾ മോണോബ്ലാസ്റ്റ് എങ്കിൽ മോണോസൈറ്റോയിഡ് സീരീസിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈറ്റോകെമിക്കൽ സ്റ്റെയിനാണ് നോൺ സ്പെസിഫിക് എസ്റ്ററേസ് എന്ന് പറയുന്നത്. ദെൻ M5 മീൻസ് acute monocytic leukemia. അപ്പോൾ മോണോസിറ്റിക് ലുക്കീമിയ എന്ന് പറയുമ്പോൾ അവിടെ മൈലോബ്ലാസ്റ്റിൻ്റെ പ്രസൻസ് പോയി. സോ MPO നെഗറ്റീവ് ആയിരിക്കും, NSC പോസിറ്റീവ് ആയിരിക്കും. ദെൻ AML M6 എന്ന് പറയുമ്പോൾ എറിത്രോ ലുക്കീമിയ. എറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ PAS പോസിറ്റീവാണ്. ഓക്കെ, എറിത്രോബ്ലാസ്റ്റ് ആർ PAS പോസിറ്റീവ്. M7 എന്ന് പറയുമ്പോൾ acute മെഗാകാരിയോബ്ലാസ്റ്റിക് ലുക്കീമിയ. അവിടെ പ്ലേറ്റ്ലെറ്റ് പെറോക്സിഡേസ് എന്ന് പറയുന്ന സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ ആണ് പോസിറ്റീവായിട്ട് തരുന്നത്. സോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് FAB ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ല്യൂക്കോസൈറ്റ്സിൻ്റെ സൈറ്റോകെമിസ്ട്രീനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. നൗ ദ ഡയഗ്നോസ്റ്റിക് ഹോൾമാർക്ക് ഓഫ് CML ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയുടെ ഡയഗ്നോസ്റ്റിക് ഹോൾമാർക്ക് എന്താണ്? എപ്പോഴും നമ്മൾ സൈറ്റോജെനറ്റിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഓപ്ഷൻ A ഫിലാഡൽഫിയ ക്രോമസോം, ഓപ്ഷൻ B ട്രാൻസ്ലൊക്കേഷൻ 15-17, C ഇൻവേർഷൻ 9, D ട്രാൻസ്ലൊക്കേഷൻ 9-21. സോ ഡയഗ്നോസ്റ്റിക് ഹോൾമാർക്ക് ഓഫ് CML എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫിലാഡൽഫിയ ക്രോമസോം. ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുമ്പോൾ ട്രാൻസ്ലൊക്കേഷൻ 9-22 ആണ്, നോട്ട് 9-21. അത് ഓർക്കുക, 9-22 ട്രാൻസ്ലൊക്കേഷൻ. The chromosome is called as Philadelphia chromosome and the gene product is called as BCR-ABL1 fusion gene. Reciprocal translocation കാരണമാണ് ഫിലാഡൽഫിയ ക്രോമസോം ഉണ്ടാകുന്നത്. Now, which of the following is not true regarding leukemoid reaction? സോ ലുക്കമോയിഡ് റിയാക്ഷനും CML തമ്മിലുള്ള ഡിഫറൻസസ് നോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ നോക്കാം. TLC 50,000 to 50 lakh. ഇൻക്രീസ് നാപ്പ് സ്കോർ, നെഗറ്റീവ് ഫിലാഡൽഫിയ ക്രോമസോം, നോ സ്പ്ലിനോമെഗാലി. ഇതിൽ ലുക്കമോയിഡ് റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം തെറ്റായത് എന്താണെന്നാണ് ചോദിച്ചത്. സോ ദി ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് ലുക്കമോയിഡ് റിയാക്ഷൻസിൽ ല്യൂക്കോസൈറ്റോസിസ് ഉണ്ടാകും, സെൽസ് കൂടുതലായിരിക്കും, ബട്ട് ഇത്രയും വലിയൊരു കൗണ്ടിലേക്ക് ഒരിക്കലും പോകില്ല. ബിക്കോസ് അതൊരു റിയാക്റ്റീവ് ല്യൂക്കോസൈറ്റോസിസ് മാത്രമാണ്, മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പ്രോളിഫറേഷൻ ഒന്നുമല്ല. സോ നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഇതിൻ്റെ ഡിഫറൻസസ് എന്നുള്ളത്. ലുക്കമോയിഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു റിയാക്റ്റീവ് ല്യൂക്കോസൈറ്റോസിസ് ആണ്. ആൻഡ് അതേസമയം CML എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റെം സെൽ മൈലോ പ്രോളിഫറേറ്റീവ് നിയോപ്ലാസമാണ്. സ്പ്ലിനോമെഗാലി CML ഉണ്ടാകും, പക്ഷേ ലുക്കമോയിഡ് റിയാക്ഷനിൽ ഉണ്ടാകില്ല. TLC കൂടുതലായിരിക്കും രണ്ടിലും, പക്ഷേ ഒരു കേസിൽ ലുക്കമോയിഡ് റിയാക്ഷൻ്റെ കേസിൽ അത് റിയാക്റ്റീവ് ആണ്. CMLൻ്റെ അത്ര ഒരു കൂടുതൽ അല്ലെങ്കിൽ അത്രയും ഒരു എമൗണ്ട് ഓഫ് ല്യൂക്കോസൈറ്റിക് ലോഡ് ലുക്കമോയിഡ് റിയാക്ഷനിൽ ഉണ്ടാവില്ല. ദെൻ ടോക്സിക് ഗ്രാന്യൂൾസ് ലുക്കമോയിഡ് റിയാക്ഷനിൽ പോസിറ്റീവ് ആയിരിക്കും, CML നെഗറ്റീവ് ആയിരിക്കും. ബേസോഫീലിയ യോസ്നോഫീലിയ എന്ന് പറയുമ്പോൾ CML ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ നാപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഓർ ല്യൂക്കോസൈറ്റ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CML കുറവായിരിക്കും. അതേസമയം ലുക്കമോയിഡ് റിയാക്ഷനിൽ കൂടുതലായിരിക്കും നാപ്പ് സ്കോർ. നോർമൽ നാപ്പ് സ്കോർ എന്ന് പറയുന്നത് 40 to 100 ആണ്. ഓക്കെ, ദെൻ ഫിലാഡൽഫിയ ക്രോമസോം പോസിറ്റീവ് തരുന്നത് CML ആണ്, ലുക്കമോയിഡ് റിയാക്ഷനിൽ അത് നെഗറ്റീവ് ആയിരിക്കും. സോ നാപ്പ് സ്കോർ എലിവേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലുക്കമോയിഡ് റിയാക്ഷൻ നമ്മളൊരു കേസ് പറഞ്ഞു. അതല്ലാതെ ക്രോണിക് ന്യൂട്രോഫിലിക് ലുക്കീമിയ, പോളിസൈത്തീമിയ വേറ, എസെൻഷ്യൽ ത്രോംബോസൈത്തീമിയ ആൻഡ് പ്രൈമറി മൈലോഫൈബ്രോസിസ്, ഇത്രയും കണ്ടീഷനിൽ നാപ്പ് സ്കോർ കൂടുതലായിരിക്കും. അതേസമയം നാപ്പ് സ്കോർ കുറയുന്ന കണ്ടീഷനാണ് CML, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ആൻഡ് മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം ഓർ MDS. ഓക്കെ, അപ്പം ലുക്കമോയിഡ് റിയാക്ഷനും CML തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും PSCയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. Now, M protein in multiple myeloma belongs to which class of immunoglobulin? നമുക്കറിയാം മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന സമയത്ത് പ്ലാസ്മ സെൽസിൻ്റെ ഒരു മാലിഗ്നൻറ്റ് പ്രോളിഫറേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്. ആൻഡ് ഇവിടെ എന്താണ്, ഒരുപാട് high amount of IgG immunoglobulins are secreted and that is called as M protein or M band എന്നൊക്കെ പറയുന്നത്. So basically they belong to IgG category. And multiple myeloma ഒരു പ്രത്യേക ഫീച്ചറാണ് ക്രാബ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. അതായത് CRAB, 4 ഫീച്ചേഴ്സ്. C stands for hypercalcemia, R stands for renal insufficiency, A stands for anemia and B stands for lytic bond lesion. ഈ 4 ഫീച്ചേഴ്സ് കൂടിയതാണ് മൾട്ടിപ്പിൾ മൈലോമ എന്നാണ് പറയുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ മൈലോമയിൽ യൂറിനിലൂടെ there will be light chain proteinuria which is called as Benz-John protein. ഈ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 40 to 60 ഡിഗ്രിയിൽ കോയാഗുലേറ്റ് ചെയ്യുകയും അതേസമയം 100 ഡിഗ്രിയിൽ റീഡിസോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പെസിഫിക് പ്രോട്ടീനാണ് Benz-John പ്രോട്ടീൻ എന്നുള്ളത്. ഓക്കെ, സോ മൾട്ടിപ്പിൾ മൈലോമേൻ്റെ കേസിൽ റിലീസ് ചെയ്യുന്ന M പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ IgG ക്ലാസ്സിൽ വരുന്നതാണ്. അതേപോലെ തന്നെയുള്ള സിമിലർ ബി സെൽ പ്രോളിഫറേറ്റീവ് ഡിസോർഡറാണ്
വാൽഡൻസ്ട്രോം മാക്രോഗ്ലോബുലിനീമിയ. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ റിലീസ് ചെയ്യുന്ന എം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ IgM ടൈപ്പാണ്. സോ മൾട്ടിപ്പിൾ മൈലോമൻ്റെത് IgG ടൈപ്പ് ഓഫ് എം പ്രോട്ടീനും വാൽഡൻസ്ട്രോം മാക്രോഗ്ലോബുലിനീമിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ IgM കാറ്റഗറി ഓഫ് എം പ്രോട്ടീനുമാണ് സിന്തസൈസ് ചെയ്യുന്നത്. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. Presence of Birbeck granules is a characteristic feature of Birbeck granules. ഏത് കണ്ടീഷൻസിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഏത് സെൽസ് ആണ് കാണിക്കുന്നത്? ഹെയറി സെൽസ്, മൈലോബ്ലാസ്റ്റ്, ലാംഗർഹാൻസ് സെൽസ്, പ്ലാസ്മ സെൽ. സോ ബേസിക്കലി ബിർബക്ക് ഗ്രാനുൾസ് പോസിറ്റിവിറ്റി തരുന്നത് ലാംഗർഹാൻസ് സെല്ലാണ്. ലാംഗർഹാൻസ് സെൽ ഇസ് എ ഡെൻഡ്രൈറ്റിക് സെൽ. ഓക്കെ, നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ചില പോയിൻറ്റ്സ് ഹെമറ്റോളജി റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ ആയാലും PCV, അതുപോലെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്, ദെൻ റെഡ് സെൽ ഇൻഡിസസ്, ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ്, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് തന്നെ ഇട്ടിട്ടുള്ളതാണ്. പറഞ്ഞു പോകാത്ത ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം കൂടി പറയുന്നത്. ടോട്ടൽ സെൽ കൗണ്ട്സ്. സോ ടോട്ടൽ സെൽ കൗണ്ട്സിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് മാത്രം, അതുപോലെ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ പേര്, അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഹീമോസൈറ്റോമീറ്റർ അല്ലെങ്കിൽ കൗണ്ടിങ് ചേമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാനുവലി സെൽ കൗണ്ട്സ് ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൗണ്ടിങ് ചേമ്പേഴ്സ്. ഒന്ന് തോമാസീസ് കൗണ്ടിങ് ചേമ്പർ, ബർക്കർ കൗണ്ടിങ് ചേമ്പർ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നോട്ട് ചെയ്യേണ്ട 2 കൗണ്ടിങ് ചേമ്പേഴ്സാണ്. ഒന്ന് ഫ്യൂറ്റ്സ് റോസെന്താൽ കൗണ്ടിങ് ചേമ്പർ. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ കൗണ്ടിങ് ചേമ്പർ ഡെപ്ത് അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡെപ്ത് 0.2 mm ആണ് ഫ്യൂറ്റ്സ് റോസെന്താലിന്. അതുപോലെ തന്നെ ഫ്യൂറ്റ്സ് റോസെന്താലിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 16 mm സ്ക്വയർ ആണ്. ഓക്കെ, 16 ലാർജ് സ്ക്വയർസ് ആണ്. 4 mm × 4 mm. ഓരോ സ്ക്വയർസും 1 mm സ്ക്വയർ ആയിരിക്കും ഏരിയ. ആൻഡ് ഫ്യൂറ്റ്സ് റോസെന്താൽ കൗണ്ടിങ് ചേമ്പർ സ്പെസിഫിക് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ്നോഫിൽ കൗണ്ടിങ്ങിനും അതുപോലെ തന്നെ CSF സെൽ കൗണ്ട്സിനും വേണ്ടിയിട്ടാണ്. ദെൻ ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേമ്പർ വെരി കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.1 mm ആണ്. അതിൽ 9 ലാർജ് സ്ക്വയർസ് ആണുള്ളത്. ഓരോ സ്ക്വയർസും 1 mm സ്ക്വയർ ഏരിയയിൽ, അതായത് 3 × 3 mm എന്നുള്ളൊരു ഏരിയയിലാണ് ഇംപ്രൂവ്ഡ് ന്യൂബാർ കൗണ്ടിങ് ചേമ്പർ. ഓക്കെ, ദെൻ ഹീമോസൈറ്റോമീറ്ററിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ് 2 പിപ്പറ്റ്സ്, RBC പിപ്പറ്റും WBC പിപ്പറ്റും. RBC പിപ്പറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ടാണ്, സ്റ്റൗട്ടാണ്. അതിൻ്റെ മാർക്കിങ്സ് എന്ന് പറഞ്ഞാൽ 0.51, 101 എന്നാണ്. സോ നമുക്ക് ഉണ്ടാക്കുന്ന ഡൈല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/100 ആൻഡ് 1/200. WBC പിപ്പറ്റിൻ്റെ കേസിൽ ലോങ് ആൻഡ് നാരോ ആണ്. മാർക്കിങ്സ് ആർ 0.5, 1 ആൻഡ് 11. And dilutions which can be made are 1/10 and 1/20. Then RBC pipette എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ബൾബ് ലാർജ് ആയിരിക്കും. RBC പിപ്പറ്റ് ആയതുകൊണ്ട് റെഡ് ബീഡ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ആൻഡ് ഈ പിപ്പറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ RBC കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ചെയ്യുന്നത്. WBC പിപ്പറ്റിൻ്റെ കേസിൽ ബൾബ് സ്മോൾ ആണ്, വൈറ്റ് ബീഡാണുള്ളത്. WBC കൗണ്ടിനും അബ്സല്യൂട്ട് യൂസ്നോഫിൽ കൗണ്ടിനും സ്പേം കൗണ്ടിനും നമ്മൾ യൂസ് ചെയ്യുന്നത് WBC പിപ്പറ്റാണ്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്സ്. RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്? നോർമൽ സെലൈൻ, ഡെയ്സീസ് ഫോർമോൾ സിട്രേറ്റ്, ഡെയ്സീസ് ഫ്ലൂയിഡ് എന്ന് പറയും, ഹേംസ് ഫ്ലൂയിഡ്, ടോയ്സൺസ് ഫ്ലൂയിഡ്, ഗോവേഴ്സ് ഫ്ലൂയിഡ്, ഇതെല്ലാം RBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്സ് ആണ്. WBC ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ്സ് ആണ് ട്വർക്സ് ഫ്ലൂയിഡ്, 0.1 നോർമൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദെൻ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്നത് റീസെക്കർ സൊല്യൂഷൻ. അതിൽ ഉപയോഗിക്കുന്ന ഡൈ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ ആണ്. ദെൻ 1% അമോണിയം ഓക്സലേറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്. പിന്നെ ഡെയ്സീസ് ഫ്ലൂയിഡും ഉപയോഗിക്കുന്നുണ്ട്. RBC കൗണ്ടിൻ്റെ ഒരു ഫ്ലൂയിഡും യൂസ് ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട് യൂസ്നോഫിൽ കൗണ്ടിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹിങ്കിൾമാൻസ് ഫ്ലൂയിഡ്. അതിലുള്ള ഡൈ ഈസ് യോസിൻ യെല്ലോ. ദെൻ പൈലറ്റ് സ്റ്റെയിൻ, ഡങ്കേഴ്സ് ഫ്ലൂയിഡ് ആൻഡ് റാൻഡോൾഫ്സ് ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ്. ഇത്രയും ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. എപ്പോഴും ചോദിക്കുന്നതാണ്. ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് എന്നൊരു ക്വസ്റ്റ്യനെങ്കിലും എല്ലാ PSC എക്സാമിനും കാണാറുണ്ട്. നൗ ESR നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു സെഷനായിരുന്നു. ESRൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? വെസ്റ്റർഗ്രൻസ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ വിൻഡ്രോപ്സ് മെത്തേഡ് ഉണ്ട്, കട്ട്ലർ ലാൻഡോ എന്നുള്ളത് 2 ESRൻ്റെ മെത്തേഡ്സ് ആണ്. പ്ലീസ് നോട്ട്. അതിൽ വെസ്റ്റർഗ്രൻസ് മെത്തേഡ് പറയുമ്പോൾ വെസ്റ്റർഗ്രൻസ് പിപ്പറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയണം. 30 cm ലോങ് ആണ് വെസ്റ്റർഗ്രൻസ് പിപ്പറ്റ്. 2.5 mm ആണ് അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ. 0 to 200 വരെയാണ് ഗ്രാജുവേഷൻ. 0 മുകളിലായിരിക്കും ഉണ്ടാകുക. ആൻഡ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത് 3.8% ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. 4:1 റേഷ്യോയിൽ, അതായത് 1.6 ml ബ്ലഡും 0.4 ml
ട്രൈസോഡിയം സിട്രേറ്റും 3.8% ട്രൈസോഡിയം സിട്രേറ്റുമാണ് നമ്മൾ ആൻറ്റിക്വാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ മെയിൽസിൽ 1 to 5 mm/h ആൻഡ് ഫീമെയിൽസിൽ 3 to 7 mm/h. പിന്നെ നമുക്ക് വിൻഡ്രോപ്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടും ESR ചെയ്യാം. മെയിൽസിൽ 0 to 7 mm/h, ഫീമെയിൽസിൽ 0 to 15 mm/h ആണ് നോർമൽ വാല്യൂ. ദെൻ ESRൻ്റെ മറ്റൊരു മെത്തേഡാണ് മൈക്രോ ESR മെത്തേഡ്. അതിന് നമ്മൾ സീറ്റ സെഡിമെൻറ്റേഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. അത് സീറ്റ ഫ്യൂജ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റിലാണ് കാപ്പിലറി ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് പെർഫോം ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ നമുക്ക് കിട്ടുന്ന റീഡിങ്ങിന് സീറ്റ ക്രിറ്റ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പെർസെൻറ്റേജിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എസ് സീറ്റ സെഡിമെൻറ്റേഷൻ റേറ്റ്. ഓക്കെ, സീറ്റ സെഡിമെൻറ്റേഷൻ റേറ്റ്. സോ ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 40 to 54% ആണ്. അപ്പോൾ മൈക്രോ മെത്തേഡ് ഓഫ് ESRൽ ഒരു മെത്തേഡാണ് സീറ്റ സെഡിമെൻറ്റേഷൻ മെത്തേഡ്. ഇതല്ലാതെയുള്ള മറ്റ് മൈക്രോ മെത്തേഡ്സ് ആണ് ബാരറ്റ്, ഹാൻഡൻ, ക്രിസ്റ്റ, ഹെല്ലിജ്, വോൾമർ എന്നൊക്കെ പറയുന്നത് അതർ മൈക്രോ മെത്തേഡ്സ് ഓഫ് ESR ആണ്. ഓക്കെ, ദെൻ ESRൻ്റെ സ്റ്റേജസും ഇമ്പോർട്ടൻ്റ് ആണ്. 3 സ്റ്റേജാണ്. 1 സ്റ്റേജ് ഓഫ് എഗ്രിഗേഷൻ, 2 സ്റ്റേജ് ഓഫ് സെഡിമെൻറ്റേഷൻ, 3 സ്റ്റേജ് ഓഫ് പാക്കിംഗ്. എഗ്രിഗേഷന് 10 മിനിറ്റ് ആണ്, സെഡിമെൻറ്റേഷന് 40 മിനിറ്റ് ആണ്, പാക്കിങ്ങിന് 10 മിനിറ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നാളെയാണ് PSC എക്സാം. എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. മാക്സിമം നെഗറ്റീവ്സ് കുറയ്ക്കുക. അറിയുന്ന ക്വസ്റ്റ്യൻ ഷുവർ ആണെങ്കിൽ മാത്രം ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.